जय प्रभुपाद जय प्रभुपाद जय प्रभुपाद श्रील प्रभुपाद जय ശീല പ്രഭുപാദിൻ്റെ ലീലാമൃതയിൽ വായിച്ചൊരു കാര്യമാണ്. അതിൽ പ്രഭുപാദ് ബോംബെയിലായിരുന്ന സമയത്ത് പ്രഭുപാദിൻ്റെ ആരോഗ്യം വളരെ കുറഞ്ഞിരിക്കുന്നൊരു സമയമായിരുന്നു. ആ സമയത്ത് പ്രഭുപാദിൻ്റെ ക്വാർട്ടേഴ്സിൽ താമസിക്കുകയായിരുന്നു. അപ്പം ജുഹു ടെമ്പിൾ കൺസ്ട്രക്ഷൻ ആയില്ല, പ്രഭുപാദിൻ്റെ ക്വാർട്ടേഴ്സ് മാത്രമേ കൺസ്ട്രക്ഷൻ ആയിട്ടുള്ളൂ. അപ്പം പ്രഭുപാദ് അന്ന് ഭക്തന്മാർ പറയുന്നത് പ്രഭുപാദ് ഏറെ നേരം സൈലന്റ് ആയിട്ടിരിക്കുമായിരുന്നു എന്ന് പറയും. കാരണം അദ്ദേഹത്തിന് ആരോഗ്യം, കാരണം ഒരു സംസാരിക്കാൻ കൂടെ അദ്ദേഹത്തിന് ഒരുപാട് ഊർജം വേണ്ടി വരും. അപ്പം അത്രയും അദ്ദേഹത്തിന് ഇല്ലാത്തതുകൊണ്ട് ആവശ്യമുള്ളത് മാത്രം സംസാരിക്കാൻ വേണ്ടി അദ്ദേഹം ഏറെ നേരം മിണ്ടാതിരിക്കും എന്ന് പറയും. പിന്നെ ഡിസേബിൾസിന് കാണാൻ വരുന്നവർക്കും മിക്ക ഡിസേബിൾസിനും കാണാൻ വരുമ്പം പ്രഭുപാദിന്റെ സെക്രട്ടറീസിനോട് സംസാരിച്ച് വേണം. അങ്ങനെ എല്ലാവരെയും പ്രഭുപാദിന് കാണാനായിട്ട് പറ്റില്ല, എല്ലാവരും വന്ന് പ്രഭുപാദിനെ കാണാനും പറ്റത്തില്ലായിരുന്നു. അപ്പം പക്ഷെ അതിനകത്ത് സത്സ്വരൂപ മഹാരാജ് പറയുന്നത് പ്രഭുപാദ് പല കാര്യങ്ങളും സെക്രട്ടറീസ് വെച്ച് അപ്പോഴും ഈ ഇസ്കോണിന്റെ പ്രവർത്തനങ്ങളിൽ ഇൻവോൾവ് ആയിരുന്നു എന്നുള്ള കാര്യം പറയുന്നുണ്ട്. കുറച്ച് ഉദാഹരണങ്ങൾ അദ്ദേഹം പറയുന്നുണ്ട്. പ്രഭാ വിഷ്ണു മഹാരാജ് വന്നപ്പോൾ അദ്ദേഹത്തിനെ ധാക്കയിലേക്ക്, ബംഗ്ലാദേശിലേക്ക് അയച്ചു. ഹംസദൂത പ്രഭുവിനോട് ശ്രീലങ്കയിൽ പോയി പ്രീച്ച് ചെയ്യാനായിട്ട് പറഞ്ഞു. അങ്ങനെ പല ഡിവോട്ടീസിനെ പല ഭാഗങ്ങളിലേക്ക് അയക്കുകയും അവരെ അങ്ങോട്ടും നിയോഗിക്കുകയും ഇത്തരം കാര്യങ്ങളെല്ലാം ശ്രീല പ്രഭുപാദ് ചെയ്തു. വേറൊരു ഇത് പറയുന്നത്, ഏതോ ബോംബെയിലൊരു പൂജാരിക്ക് ശാലഗ്രാമ ശില ഇത് ശരിയായതാണോ എന്ന് അറിയാൻ യഥാർത്ഥത്തിൽ ജെനുവിൻ ആണോ എന്ന് ഒരു ഡൗട്ട് ഉണ്ടായിരുന്നു. അപ്പോൾ പ്രഭുപാദ് കൊണ്ടുവന്നു, അത് നോക്കിയിട്ടത് ജെനുവിൻ ആണ്, അതെങ്ങനെ വർഷിപ്പ് ചെയ്യണം എന്നുള്ള കാര്യങ്ങൾ പ്രഭുപാദ് പറഞ്ഞു കൊടുത്തു. ലോക്നാഥ് മഹാരാജ് ഈ കാളവണ്ടിയിൽ ഈ ഇന്ത്യയിൽ മുഴുവനായിട്ട് പ്രചരണം ചെയ്ത ബുക്ക് വിതരണത്തിനെ കുറിച്ച്, അപ്പം അത് പ്രഭുപാദ് അത് അങ്ങനെ ചെയ്യണം എന്നുള്ള കാര്യം ഇൻസ്ട്രക്ട് ചെയ്തു. പിന്നെ ഒരു വട്ടം മറാഠി ഭാഷയിൽ പെർഫെക്ഷൻ ഓഫ് യോഗ എന്ന് പറഞ്ഞ പ്രഭുപാദിന്റെ ഒരു ബുക്ക് മറാഠി ഭാഷയിലേക്ക് തർജ്ജമ ചെയ്തിട്ട് ലോക്നാഥ് മഹാരാജ് കൊണ്ടുവന്നു. ലോക്നാഥ് മഹാരാജ് അത് കൊണ്ടുവന്നപ്പം പ്രഭുപാദിന് മറാഠി അറിയത്തില്ല, എങ്കിലും പ്രഭുപാദ് ലോക്നാഥ് മഹാരാജിനോട് അവിടെ ഇരുന്ന് അത് ഫുള്ള് വായിക്കാനായിട്ട് പറഞ്ഞു. പ്രഭുപാദ് അത് കേട്ടുകൊണ്ടിരുന്നു എന്നാണ് സത്സ്വരൂപ മഹാരാജ് പറഞ്ഞത്. അത് കഴിഞ്ഞിട്ട് പ്രഭുപാദ് അവിടെ ഇരിക്കുന്ന സമയത്ത് ബാക്കി ടെമ്പിളിന്റെ കൺസ്ട്രക്ഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം ചില സമയത്ത് ഭയങ്കര നോയ്സാണ്. പക്ഷെ പ്രഭുപാദിന് അത് നോയ്സ് പ്രശ്നമല്ല, ആ ടെമ്പിളിന്റെ കൺസ്ട്രക്ഷൻ ഡിലേ ആവുന്നത് പ്രഭുപാദിന് അസ്വസ്ഥത ഉണ്ടാക്കുമായിരുന്നു. അപ്പോൾ പ്രഭുപാദ് ഈ ശിഷ്യന്മാരെ, മുതിർന്ന ശിഷ്യന്മാരെയൊക്കെ വിളിച്ച് ചോദിക്കും എന്തുകൊണ്ടത് ഡിലേ ആവുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ചോദിക്കും. പല ശിഷ്യന്മാരും വന്ന് അവരുടേതായ കാരണങ്ങൾ പറയും. പക്ഷെ പ്രഭുപാദ് അതിൽ അക്സെപ്റ്റ് ആവത്തില്ല. പ്രഭുപാദ് പറയും, നിങ്ങൾ വളരെ സിൻസിയർ ആയിട്ടുള്ള ആൾക്കാരാണ്, ആത്മാർത്ഥതയുള്ള വ്യക്തികളാണ്, പക്ഷെ നിങ്ങൾക്ക് ഇന്റലിജൻസ് തീരെയില്ല, ബുദ്ധിയില്ല എന്ന് പറയും. എന്നിട്ട് പ്രഭുപാദ് പറയും, ഞാനൊരു സെൻസിബിൾ ആയിട്ടുള്ള ഒരു പേഴ്സണാണ്, എനിക്ക് ചില കാര്യങ്ങൾ പെട്ടെന്ന് എനിക്കത് സംവേദിക്കാൻ പറ്റും. അപ്പം എനിക്ക് എങ്ങനെ കണ്ണടച്ചിരിക്കാൻ പറ്റും ഇത് ഡിലേ കാണുമ്പം? നിങ്ങൾ സിൻസിയറാണ്, നിങ്ങളെ എനിക്ക് വഴക്ക് പറയണമെന്ന് ആഗ്രഹമില്ല, പക്ഷെ ഈ കൺസ്ട്രക്ഷനും ഇതൊക്കെ ഡിലേ ആവുമ്പോൾ എനിക്ക് എങ്ങനെ മിണ്ടാതിരിക്കാൻ പറ്റും എന്ന് പറഞ്ഞു. അപ്പം അത് പ്രഭുപാദിനെ ഒരുപാട് അസ്വസ്ഥത ആക്കിയപ്പം തമാൽ കൃഷ്ണ മഹാരാജ് സെക്രട്ടറി ആയിരുന്നു. മഹാരാജ് പ്രഭുപാദിനോട് ചോദിച്ചു, എനിക്ക് ഈ ഡിസേബിൾസിനെ മാറ്റി നിർത്തിയിട്ട് ലൈഫ് മെമ്പേഴ്സ് ആരെങ്കിലും, കൺസ്ട്രക്ഷനിലുള്ള ലൈഫ് മെമ്പേഴ്സിനെ ആരെങ്കിലും, കൺസ്ട്രക്ഷൻ ഫീൽഡിലുള്ള ലൈഫ് മെമ്പേഴ്സിനെ വിളിക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ പ്രഭുപാദ് അത് അംഗീകരിച്ചിട്ട് ഒരു മൊഹത്ത എന്ന് പറഞ്ഞ ഒരാളെ കൊണ്ടുവന്നു. അപ്പോൾ അദ്ദേഹം വന്നിട്ട്, അപ്പോൾ ആ സമയത്ത് ഈ കൺസ്ട്രക്ഷൻ ചെയ്തുകൊണ്ടിരിക്കുന്ന കമ്പനി പറഞ്ഞത് ഇതുവരെയുള്ള പേയ്മെന്റ് എല്ലാം തീർക്കണം, എങ്കിലും ഞങ്ങൾക്ക് ഇനി പുതുതായിട്ട് കൺസ്ട്രക്ട് ചെയ്യാൻ പറ്റും, അറ്റ്ലീസ്റ്റ് ഫുള്ള് തീർത്തില്ലെങ്കിലും പാർഷ്യലി എങ്കിലും തീർക്കണം എന്ന് പറഞ്ഞു. പക്ഷെ പ്രഭുപാദ് ശിഷ്യന്മാരെല്ലാം അവിടെ, പ്രഭുപാദിന്റെ കൂടെ ഉണ്ടായിരുന്ന ശിഷ്യന്മാരും പറഞ്ഞു, ശരിയാണ്, നമുക്ക് ഇതുവരെയുള്ള പേയ്മെന്റ് ബില്ലുകളൊക്കെ തീർത്താൽ അവർ വീണ്ടും ഊർജ്ജസ്വലമായിട്ട് തുടങ്ങുമായിരിക്കും. പക്ഷെ പ്രഭുപാദ് പറഞ്ഞു, അങ്ങനെ ചെയ്യത്തില്ല, നിങ്ങൾ പൂർണ്ണമായിട്ട് കംപ്ലീറ്റ് ചെയ്താലേ പൂർണ്ണമായിട്ടുള്ള ബില്ലും നമ്മൾ പേ ചെയ്യത്തുള്ളൂ എന്ന് പ്രഭുപാദ് പറഞ്ഞു. അങ്ങനെ മൊഹത്ത വന്നിട്ട് ഇത് പ്രഭുപാദൻ ഈ കാര്യങ്ങൾ മനസ്സിലാക്കിയപ്പം അദ്ദേഹം പറഞ്ഞു, പ്രഭുപാദ്
പറഞ്ഞതാണ് കറക്റ്റ്, അങ്ങനെയാണ് നമ്മൾ ചെയ്യേണ്ടത്, അല്ലെങ്കിൽ അവർ വീണ്ടും വീണ്ടും ഇത് ഡിലേ ആക്കിക്കൊണ്ടിരിക്കുമെന്ന് പറഞ്ഞു. അപ്പം അതിൽ സദ്ഗുരു മഹാരാജ് പറയുന്നത് പ്രഭുപാദിന് ആരോഗ്യം അത്രയും ഇതാണെങ്കിൽ കൂടി ഈ ഓരോ ചെറിയ ചെറിയ കാര്യങ്ങളും ഏറ്റവും നല്ല രീതിയിൽ നടക്കണം എന്നുള്ള ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു. മാത്രമല്ല പ്രഭുപാദ് വളരെ സെൻസിബിളായിരുന്നു. ഒരു കാര്യം അതങ്ങ് അവഗണിച്ച് കളയത്തില്ല. ഒരു തെറ്റിലേക്ക് പോകുന്നെങ്കിൽ അത് കറക്റ്റായിട്ട് അദ്ദേഹം പറയുകയും ചെയ്യുമായിരുന്നു എന്നുള്ള സദ്ഗുരു മഹാരാജ് പറഞ്ഞു.